ഇന്നൊരു ഈവനിങ് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ബ്രെഡ് മുട്ടയ്ക്കകത്ത് ടോസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ. അധികം ഞാനങ്ങനെ കഴിക്കത്തില്ല, ഞാൻ തന്നെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഇതാ മുട്ട പൊട്ടിച്ചെടുക്കുന്നുണ്ട്. മുട്ടയിലേക്ക് നമ്മൾ സാധാരണ മുട്ട ഓംലെറ്റ് അടിക്കുന്ന പോലെ തന്നെ അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ തന്നെ സാൾട്ട്, പെപ്പർ, പിന്നെ ചെറിയുള്ളി അരിഞ്ഞിട്ടത്, അതൊക്കെ തന്നെ. അപ്പോൾ ആദ്യമേ തന്നെ മുട്ടേനെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. മുട്ടയുടെ വെള്ളയും ഉണ്ണിയും തമ്മിലൊന്ന് ചേർത്തെടുക്കുന്നുണ്ട്. അതിനെല്ലാം ശേഷം ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ചേരുവകൾ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെറിയുള്ളി അരിഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയെടുക്കണം. ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ തൊലി കളയാനായിട്ട് രണ്ട് അറ്റവും ഒക്കെ ആ ഒരു ഭാഗമൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്, തൊലിയൊക്കെ കളഞ്ഞ്. തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം അതിലേക്ക് അരിഞ്ഞ് ചേർത്തിട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയുമാണ് അതിലേക്ക് ചേർക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് അത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ചേർത്ത് എല്ലാം റെഡിയാക്കി ഇനി നമുക്ക് ദോശക്കല്ലൊന്ന് ചൂടാവാൻ വയ്ക്കാം. അതിനുശേഷം ബ്രെഡും ബാറ്ററും അങ്ങോട്ട് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് അതിലേക്ക് മുക്കി പൊരിച്ചെടുക്കണം. എടുക്കുന്ന സമയത്താണ് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയത്. കാരണം ഞാനത് അതിനകത്ത് മുക്കി നന്നായിട്ട് ശരിക്കും അങ്ങ് സോക്കായി പോയിരുന്നു. അപ്പം അത് ബ്രെഡ് അങ്ങ് പൊടിഞ്ഞു പോകുമായിരുന്നു ഉണ്ടായത്.
അപ്പം ഞാൻ പിന്നെ അടുത്തടുത്ത് പൊരിക്കുമ്പോഴത്തേക്കിനും ഒരു വശം മാത്രം മുട്ടയ്ക്കകത്ത് ആ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഗോൾഡൻ ഷെയ്ഡ് ആ ഒരു ഇത് വരുമ്പോഴത്തേക്കിനാണ്. അപ്പം അപ്പോഴത്തേക്കും തന്നെ കല്ല് നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പം മുട്ട ആദ്യം വെച്ചത് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്, കരിഞ്ഞില്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞു. പീസായിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടത്. അപ്പം എടുക്കാനായിട്ട് കുറച്ചൊരു സൗകര്യപ്രദമാകുമല്ലോ, അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഷെയ്ഡ് ആകുമ്പോഴത്തേക്കിനും എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ എല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മുരിപ്പിച്ച് എടുക്കുന്നുണ്ട്. ലാസ്റ്റ് വന്ന മുട്ട ആയിരുന്നു. അപ്പം ലാസ്റ്റ് ഇത്രയും എണ്ണം പൊരിച്ച് വെച്ചതിൽ ഏറ്റവും ലാസ്റ്റ് വന്ന ബാറ്റർ ആയിരുന്നു. അപ്പം ഒരു വശം മാത്രം അങ്ങനെ അത്ര നേരം കാണിച്ച പോലെ ചെയ്തിട്ട് പിന്നെ മണ്ടയ്ക്കൂടെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടു. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.